റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപേണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്നടിയാരോട് കരുണ ചെയ്ത രാജാവേ നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണ്ടമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായി നമ്മുടെ കർത്താവേ ശിവശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാശ്രീയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാന്റെ അപേക്ഷയുള്ളതാണമേ. ആമീൻ. ബാർക്കുമോർ സർവശക്തനും മഹാദയാലുവും വളരെ കരുണയുള്ളവനുമായ ദൈവമേ, തിരുവിഷ്ടപ്രകാരം ജീവിച്ച് പരിശുദ്ധ സഭയിൽ നിന്റെ ആടുകളെ മേയിച്ചു ഭരിച്ച ശേഷം നിന്റെ കൽപ്പന പ്രകാരം തിരുസന്നിധിയിലേക്ക് വന്നിരിക്കുന്ന നിന്റെ ഇഷ്ടരായ പരിശുദ്ധ മാർ തോമാ ശ്ലീഹ, പരിശുദ്ധ ഗീവർഗീസ് സഹദ, പരിശുദ്ധ പരിമല തിരുമേനിയും പരിശുദ്ധ ദിവന്നാസ്യോസ് തിരുമേനിയും എന്നീ പിതാക്കന്മാരെ ഓർത്ത് ഏഴകളും അരിഷ്ടരുമായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ മധ്യസ്ഥത മുഖാന്തരം ഞങ്ങളെ വാഴ്ത്തണമേ. നിന്റെ കൃപയുടെ പക്ഷത്ത് ഞങ്ങളെ ചേർക്കുകയും നിനക്ക് പ്രിയരായ ഈ പരിശുദ്ധ പിതാക്കന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറയ്ക്കുകയും ചെയ്യണമേ. പരിശുദ്ധന്മാരിൽ വസിക്കുന്നവനും അവരിൽ ദിവ്യശക്തി കലർത്തി അവരുടെ ആയുഷ്കാലത്തും മരണശേഷവും അവരുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്നവർക്കും അവരെ സഹായികളാക്കി തീർക്കുകയും ചെയ്യുന്ന കർത്താവേ, പരിശുദ്ധന്മാരുടെ കൈക്കൊള്ളപ്പെട്ട പ്രാർത്ഥനകളാൽ നിന്റെ പരിശുദ്ധ സഭയെ മുഴുവനായി നീ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ കാലങ്ങളെ അതിന് നീ പ്രദാനം ചെയ്യണമേ. ദുഷ്കാലങ്ങളെ അതിൽ നിന്ന് നീക്കിക്കളയണമേ. പരിശുദ്ധ പിതാക്കന്മാരെ പോലെ വെടുപ്പിലും വിശുദ്ധിയിലും ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനാ സഹായങ്ങളാൽ നിന്നിൽ നിന്നും കരുണയും മനോഗണവും പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുല സുബാൻ ലവൽ മിൻ. ആമീൻ. Hebrews chapter 11 verse 1 says, "Now faith is the assurance of things hoped for and the conviction of things not seen. Glory be to the triune God." Today, I would like to throw some light on the most important element of life we all are currently lacking, especially in this situation, and that is hope or pratiksha. We all are in a situation
where the world suddenly stopped. A very great silence covered the earth. The skies fell silent because planes were no longer flying. The streets were deserted. Life began to emerge from neighboring houses and families on the balconies. Despite the many unknowns, the loss of our loved ones, the complexity of the situation, which may still develop in unknown ways, we have begun to see with the eyes of faith the possibilities of a new hope emerging. This pandemic taught us the importance of presence, of encounter, and of witness in difficult times. Jeremiah chapter 1 verse 8 says, "Do not be afraid, for I am with you to deliver you." In this COVID times, we have learned that people are more valuable than structures and institutions. But we need patience to overcome this time of crisis in order to continue offering our life to the church and to fulfill our commitment to serving humanity, especially those who are most vulnerable. We have learned that God looks at the reality that we are enduring with compassion. With mercy and compassion, He looks for those most abundant. Nothing and no one is left out of His reach. Hope is an attitude of God. God teaches us this hope is creative. It brings about change and the capacity for change. We have understood that our hope needs to be strengthened and made concrete. We cannot simply go on reflecting without giving answers to those who are suffering. Conversion invites us all to return to Jesus and to the gospel. The other learning is related to spirituality, to our relationship with God. It is central to our life. We have missed daily kurbana and participating in liturgical celebrations, but we have rediscovered other ways to pray and worship, especially the beauty and strength of sharing the Word of God in community and the possibility of sharing it online, especially through this Theo ministry with many more people around the globe. We have discovered a world without borders, thanks to worldwide connections, but we have also continued to listen to those who are closest and most in need and to share our resources with our neighbors. Here, a Malayalam quote is very relevant. ഏറ്റവും നല്ല ആയുധം ക്ഷമയാണ്. ഏറ്റവും വലിയ സ്നേഹം മൗനമാണ്. ഏറ്റവും വലിയ കരുത്ത് പ്രതീക്ഷയാണ്. ആ കരുത്ത് നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കാൻ ഒടേ തമ്പുരാൻ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം നാഥന്റെ കരവിരുത്.
സ്തുത്യം തന്നാഥന്റെ കരവിരുത് മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവം പുകഴ്ചയും യേശുവിന് മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവം പുകഴ്ചയും യേശുവിന് യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ കീർത്തിക്കും ഞാൻ എന്നെ യേശുപരാ കർത്തനു തുല്യനായി ആരുമില്ല കീർത്തിക്കും ഞാൻ എന്നെ യേശുപരാ കർത്തനു തുല്യനായി ആരുമില്ല മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവം പുകഴ്ചയും യേശുവിന് മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവം പുകഴ്ചയും യേശുവിന് യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. Glory be to the triune God. Most beloved Tirumeni, respected Achans, parents, elders, brothers and sisters in Christ our Lord. Greetings to you all in the name of our Lord and Savior Jesus Christ. അനുഭവങ്ങൾ വേറിട്ട് നോക്കുമ്പോൾ നാം ഓരോരുത്തരും പല കടമ്പകൾ കടന്നു വന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ കൃപകൾ രുചിച്ചറിയുവാൻ ദൈവം നൽകിയ അവസരത്തിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. All of us are going through these difficult times. COVID-19 pandemic has brought so many changes and challenges to our day-to-day lives. But, my dear friends, let us all thank God Almighty for the years that have passed with all its problems, difficulties, success and failures, and let us ask God's grace and mercy to guide us and protect us throughout. When we all are going through these days, we must be able to keep two things in mind. The first thing is, God has a plan for each and every one of us. And the second thing is, accept the good and the bad with gratitude. Coming to the first point, God has plans for each and every one of us. പക്ഷേ പലപ്പോഴും ഈ ഒരു കാര്യം നാം മറന്നു പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടത നാം നേരിടുമ്പോൾ നാം ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാ ദൈവമേ എനിക്കിത് ഉണ്ടായത് എന്ന്. Whenever we face any difficulties or problems, the first thing, including me, the first question I ask is, why did this happen to me? And I know there are no answers to satisfy my questions. There is a factor beyond you and me that determines this life.
If we want to be peaceful in life, my dear friends, let us all give up this why question. You might be the king, you might be the queen, but remember, we all are just another piece of a chessboard in the hands of the master who is playing the game. God has big plans for each and every one of us. I repeat, God has big plans for each and every one of us. Whatever is happening in our life, we must know that it is happening according to God's will. In Jeremiah chapter 29, verse 11, it says, "For I know the plans I have for you, declares the Lord, plans to prosper you and not to harm you." നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് യഹോവയുടെ അരുളിപ്പാട്. As Christians, we have nothing to fear, for God's goodness is abundant and great. He walks with us, and so we are with Him each day. If we have this assurance in our life will be greatly blessed. The second thing what we should be doing or what should we keep in mind is accept the good and the bad with gratitude. The Bible says in Ecclesiastes chapter 7 verse 14, "In the day of what is good, live in that goodness. But in the days of trouble, consider also that God made one harmonious with the other." We all are aware of the story of Job. നമ്മെല്ലാവർക്കും ഇയോബിൻ്റെ കഥ അറിയാം. മഹാസമ്പന്നനും ജനനേതാവും പ്രശസ്തനുമായിരുന്നു ഇയോബ്. സമ്പത്തും പ്രശസ്തിയും അധികാരവും ഒന്നും ഇയോബിൻ്റെ ദൈവഭക്തിക്ക് തടസ്സമായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് എല്ലാം അവസാനിച്ചപ്പോഴും ദൈവത്തിൽ ഇയോബ് വിശ്വസിക്കുകയാണ് ചെയ്തത്. സമ്പത്ത് നൽകുന്നത് ദൈവമാണെന്ന് വിശ്വസിക്കുന്നവന് അതിൻ്റെ നഷ്ടവും ഒരു പ്രശ്നമാകുന്നില്ല. നാം എങ്ങനെ പ്രതികരിക്കും? ഇയോബിൻ്റെ കഷ്ടത നാം എല്ലാവർക്കും അറിയാം. നഷ്ടങ്ങൾ അറിയാം. 7000 ആടുകൾ, 3000 ഒട്ടകങ്ങൾ, 1000 കാള, 500 പെൺകഴുത, 7 പുത്രന്മാർ, 3 പുത്രിമാർ. ശരീരം മുഴുവൻ വ്രണം വന്നു. ഭാര്യയുടെ നിന്ദവാക്കുകൾ സഹിക്കേണ്ടി വന്നു. എന്നിട്ടും ഇയോബ് അതെല്ലാം അതിജീവിച്ചു. അവൻ്റെ അധരം ശാപവാക്കുകൾ ഉരുവിട്ടില്ല. എല്ലാം ദൈവത്തിൽ അർപ്പിച്ചു. മുകളിലേക്ക് നോക്കി ദൈവമാണ് സകലവും നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിച്ച ഇയോബിന് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന് അറിയാമായിരുന്നു. ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഉത്തമ ഭക്തനായിരുന്നു ഇയോബ്. സാഹചര്യങ്ങളല്ല, ദൈവമാണ് തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെന്ന് ഇയോബ് വിശ്വസിച്ചു. There is this famous song, താൻ വാഴുകയോ ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേലോ ഗജീവിതം. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds my future, and life is worth the living just because He lives. When situation seems hopeless, we must be able to say, God loves me so much that He turned His ears to me constantly and He always answered my prayers, maybe not with a yes, but always with the best. This should be our attitude towards life. Let us all face these days full of hopes with God's grace and mercy. May God bless each and every one of us. Loving Heavenly Father, hold our hands in our weaknesses and teach us to fly. With you, there is nothing to fear, nothing to worry about. Hold us tight and embrace us with your wings so that we can be stronger than the challenges in our lives. Lord, words are not enough to express our thankfulness for you. For your mighty powers are at work in each one of us
transforming us and renewing us. Lord, to you we belong. We are thankful for allowing us to mature in you. Amen. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.